എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വന്നിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 hours ആണ് ടൈം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഡ്യൂറിങ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി അറ്റംപ്റ്റ് എനി 6 out of 8. ഗിവൺ ആക്ടിവിറ്റീസ് 8 എണ്ണം ഉണ്ടാവും. അല്ല ഏതെങ്കിലും 6 എണ്ണം എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആക്ടിവിറ്റി 1 നോക്കാം. Zona made a large square block using a few small squares block of same size. ഒരേ സൈസ് ആണ്. ഇതെല്ലാം ഒരേ ലെങ്ത് ആണ് നമുക്കറിയാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ് നമുക്കറിയാം. എല്ലാം യൂണിറ്റ് നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ് സ്ക്വയേഴ്സ് ആണ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ നോക്കാം. If the length of one side of small squares is 1 centimeter, ഇതെല്ലാം 1 സെന്റിമീറ്റർ ആണെങ്കിൽ what is the volume of the large square? ഈ വലിയ സ്ക്വയർ ഉണ്ടല്ലോ മക്കളെ, ഈ വലിയ സ്ക്വയർ ഇതിൻ്റെ വോളിയം എന്താണ്? വോളിയം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഓരോ വശങ്ങളും കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓരോ വശങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വശങ്ങളും 3 ആണെങ്കിലോ ഇത് 1 + 1 + 1 അപ്പോൾ ടോട്ടൽ 3. ഇപ്പോൾ ഓരോ വശങ്ങളും ലെങ്ത് 3 ആയിരിക്കും അല്ലേ. ക്യൂബാണ് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ 3 × 3 ആൻസർ എത്രയാണ് വരിക? 27 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ. ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് ഹൂസ് വോളിയം ഈസ് സെയിം ആസ് ദ വോളിയം ഓഫ് ദ സ്ക്വയർ ബ്ലോക്ക്? ഈ സ്ക്വയർ ബ്ലോക്കിൻ്റെ മുകളിലെ സ്ക്വയർ ബ്ലോക്കിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 27 കിട്ടുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കുക. ബി നോക്കിയേ. 139 ആണ് പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയേ. 1 × 3 × 9 ആണ്. ദാറ്റ് ഈസ് 1 × 9 3 27 ആണ്. ദാറ്റ് ഈസ് 27 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ബി ആണ് അതിൻ്റെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി ഡബിൾ ദ ലെങ്ത്, ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണത്. ഇഫ് വി ഡബിൾ ദ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ്, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇപ്പം എത്രയാ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും? ഇപ്പം എല്ലാം 3 ആണല്ലോ. എല്ലാം 3 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ആ 3-നൊക്കെ ഡബിൾ ചെയ്യണം. ഇപ്പം എല്ലാം 3 ആണുള്ളത്. ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് എല്ലാം 3 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയാണ്? 27. അതേപോലെ നിങ്ങൾ നോക്കിയാൽ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കണം. 3 2 കൊണ്ട് ഗുണിച്ചാൽ 6, വിഡ്ത്ത് 6, ഹൈറ്റ് 6. എത്രയാണ് കിട്ടുക? നിങ്ങൾ നോക്കിയേ. 6 × 6 ചെയ്ത് നോക്കിയാൽ മതി. 216 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ കൃത്യമായിട്ട് കിട്ടും. അത് മുഴുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 2 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 216 ആണ്. 216 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നോക്കാം. രാഖി മെയ്ഡ് എ സ്ക്വയർ ബ്ലോക്ക് യൂസിങ് 64 സ്മോൾ സ്ക്വയേഴ്സ് ആണ്. 64 സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സ്മോൾ സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കട്ടയിലെ മക്കളെ, ചെറിയ കട്ട ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് വൺ സൈഡ്? ഒരു സൈഡിൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? ഇത് ഏതൊക്കെ നമ്പേഴ്സിനെ ഗുണിച്ചിട്ടാണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. 64 കിട്ടണമെങ്കിൽ 8 × 8 ആണ്. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്നാണ് പറയുക. അത് 7ാം ക്ലാസ്സിൽ പഠിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ആൻസർ ലെങ്ത് എത്രയായിരിക്കും വരിക? 8 ആയിരിക്കും വരിക. ചോദ്യം വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇത് കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊക്കെ നമ്മൾ എത്രയോ തവണ ചെയ്തിട്ടുള്ളതാണ്. 1000ൻ്റെ പ്രൊഡക്റ്റ് എഴുതുക. പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതിക്കോളൂ. 1000-ന് എന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ ചെയ്യുക. പറയേണ്ട കാര്യമില്ലല്ലോ. 2 കൊണ്ട് ചെയ്താൽ 500 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 250 വരും. അങ്ങനെ ചെയ്ത് പോവാം. ഞാൻ പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുക? ഇവിടെ 250 2 കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻസർ 1000 ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 5 × 5 × 5 എന്ന് പറയുന്ന ആൻസറിലോട്ടേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്താൻ സാധിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ. 2 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 4 ആണ്. 3 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇവിടെ 2 5 25 ആണ്. ബാക്കിയൊക്കെ ഗുണിച്ച് എഴുതിയാൽ മതി. 5 × 2 10 ആണ്. 5 × 4 20 ആണ്. 5 8 40 ആണ്. വേഗം കിട്ടുന്ന നമ്പേഴ്സാണ്. 25 × 4 100 ആണ്. ബാക്കിയുള്ളത് കംപ്ലീറ്റ്
വേഗം കണ്ടുപിടിച്ച് ആൻസർ എഴുതിയാൽ മതി. ഇവിടെയുള്ള കിട്ടാൻ 125 രണ്ടും കൂടി ഗുണിച്ചാൽ മതി, 250 കിട്ടും. 125 4 ചെയ്ത് കഴിഞ്ഞാൽ 500 അല്ലേ വരുന്നത്, 500 വരിക എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഫൈനൽ ആൻസർ 1000 ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 1 ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇത് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആക്ടിവിറ്റി 3 നോക്കാം. ദ ടേബിൾ ഷോസ് ദ ഡിസ്റ്റൻസ്. ഒക്കെ ഇന്നലെ പറഞ്ഞ സെയിം സാധനം നോക്കിയേ, നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിന്റെ കളിയല്ലേ എല്ലാ സ്ഥലത്തും. ഹൂ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. ഫസ്റ്റ് പ്രൈസ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹൂ എന്ന് വെച്ചാൽ ആര്. ഫസ്റ്റ് പ്രൈസ് ഏറ്റവും കൂടുതൽ ദൂരം, കൂടുതൽ ഏതാ? 6.05 ഉണ്ട്, 6.35 ഉണ്ട്, 6.5 ഉണ്ട്. ഏതാ വലുത്? 6.5. അപ്പോൾ ഹൂ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്? മുഹമ്മദിനാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിരിക്കുന്നത്. എ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ജോൺ ത്രൂ മോർ ദാൻ ജാബിർ. ജാബിറിനേക്കാളും എത്ര കൂടുതലാണ് ജോൺ എറിഞ്ഞത്? അപ്പൊ ജാബിർ നിങ്ങൾ നോക്കിയാൽ ജാബിർ 4.86 ആണ്. 4.86 ജാബിർ 4.86 ആണ്. ജോണോ 6.35 ആണ്. അപ്പൊ 6.35 മൈനസ് 4.86 എന്ന് പറയുന്ന ആൻസർ ചെയ്യണം. ഇപ്പൊ ആൻസർ എത്ര കിട്ടുക? ആൻസർ ബി ക്വസ്റ്റ്യൻ അല്ലേ, ബി ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ് വരുന്നത്? 1.49 മീറ്റർ കിട്ടും. 1.49 മീറ്റർ ആണ് ആൻസർ വരിക. ചെയ്ത് നോക്കിയാൽ മതി. ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറുത് മുതൽ എഴുതിക്കൊള്ളുവാം. ആദ്യം വരിക 4.86 ആണ്. ഇവിടെ വരും സ്റ്റാർട്ടിങ്ങിൽ ഏത് വരും? 4.86 വരും. പിന്നെ ഏതാണ് വരിക? 5.35 വരും. 6.05 എവിടെ? 6.05, 6.35, 6.5. അപ്പം ഏറ്റവും വലുത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുഹമ്മദിൻ്റെ 6.5 ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? 4.86 ആണ്. ക്ലിയർ ആണല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6.5 മീറ്റർ. 6.5 മീറ്ററിന് ഈക്വൽ അല്ലാത്തത് കണ്ട, നോട്ട് ഈക്വൽ ടു എന്നാണ് ചോദ്യം. നോട്ട് ഈക്വൽ ടു ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ആൻസർ വരിക? സി ആണ് ആൻസർ വരിക. സി ഇതാണ് ആൻസർ. കാരണം ഇവിടെ 2 ഡെസിമൽ വരണം. 2 ഡെസിമൽ വരുമ്പം 0.65 എന്നാണ് വരിക. ആൻസർ തെറ്റാണ്. ബാക്കി എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഏത് തന്നെ വരും? ഇതിപ്പോൾ നോക്കിയേ, 650/100 എന്ന് പറയുമ്പം 2 ഡെസിമൽ വരുമ്പോൾ 6.5 തന്നെ വരും. ഇവിടെയും 6.5 വരും, ഇവിടെയും 6.5 വരും. ഇത് മാത്രം വരൂല. അപ്പം ആൻസർ ഏതാണ്? സി ആണ് ആൻസർ വരിക. ഇനി ആക്ടിവിറ്റി 4 നോക്കുക. ആക്ടിവിറ്റി 4, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ പേപ്പർ വിത്ത് 21 സെൻറ്റിമീറ്റർ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 12 1/2 സെൻറ്റിമീറ്റർ വിടുത്തം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പം എത്രയാണ് കിട്ടുക? 21. അതേപോലെ തന്നെ 12 1/2 കൂടി ഗുണിക്കേണ്ടി വരും അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ, ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിടുത്താണ്. ലെങ്ത് എത്രയാണ്? 21 ഇൻറ്റു വിടുത്ത് എത്രയാണ്? 12 1/2 ആണ്. അതിനെങ്ങനെ മാറ്റാം? 22 × 2 12 × 2 24, 24 1 25/2. 25/2. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 525 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ. ബി ക്വസ്റ്റ്യൻ നോക്കാം. നീന കട്ട് ദിസ് പേപ്പർ ഇൻ ടു 3 1/2 മീറ്റർ എന്നുള്ളത്. അത് സെന്റിമീറ്റർ ആണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 2 1/2 സെന്റിമീറ്റർ ആണ്, മീറ്റർ അല്ല, സെന്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്, വിടുത്തും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ? വീണ്ടും ഏരിയ തന്നെയാണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ വിടുത്താണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 3 1/2 ഇൻറ്റു 2 1/2 എന്താ കിട്ടുക? 3 1/2 വെച്ചാൽ എന്താണ്? 7/2 ആണ്. 7/2 ഇൻറ്റു 2 1/2 വെച്ച് കഴിഞ്ഞാൽ 5/2. അപ്പോൾ ആൻസർ 35/4 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനി ഹൗ മെനി പീസസ് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഹരണമാണ്. ഡിഡ് നീന ഗെറ്റ് വൈൽ കട്ടിങ് ദ ബിഗ് പേപ്പർ. ബിഗ് പേപ്പറിന് ഈ പറയുന്ന ചെറിയ കഷ്ണം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ, അത്ര ഏരിയ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര കഷ്ണം ഉണ്ടാവും? ഹൗ മെനി പീസസ്, എത്ര കഷ്ണം ഉണ്ടാവും? അപ്പോൾ ഹരിക്കണം. ആരെ കൊണ്ട് ആര് ഹരിക്കണം? ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കാം. 5 to 5 ഡിവൈഡഡ് ബൈ 2 ഹരിക്കണം 35/4. ഇത് റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിച്ചാൽ മതി. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടും. 525 ഡിവൈഡഡ് ബൈ 2 ഗുണിക്കണം 4/35.
ഇത് ചെയ്താൽ വേഗം തന്നെ ആൻസർ കിട്ടുന്നതാണ്. 2 4 2 ടൈംസ് പോവും. അതേപോലെ തന്നെ 525 35 15 ടൈംസ് പോവും. ആൻസർ 15 × 2 വരും. അതായത് 30 പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുറിച്ചെടുക്കാൻ പറ്റും. ഇത് മുഴുവൻ ചെയ്തിനെങ്കിലാണ് 5 മാർക്ക് കൊടുക്കാൻ പറ്റുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഏത് ഭാഗം പറയാനുള്ളത് നോക്കിയേ. ഇനി ഏത് ഭാഗം ബാക്കിയുള്ള ആക്ടിവിറ്റി 5 നോക്കാം. A rectangular tank has 3 meter length, 2 meter width. It contains 12,000 liters of water. ഇങ്ങനെ ലിറ്റർ തന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ 12,000 ലിറ്ററിനെ 1000 കൊണ്ട് ഹരിച്ചാൽ അത് 12 മീറ്റർ ക്യൂബായിട്ട് മാറും. ഇതൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹൈറ്റിൻ്റെ ഇക്വേഷൻ വോളിയം ഡിവൈഡ് ബൈ ലെങ്ത്തിൻ്റെ വിടുത്തല്ലേ മക്കളെ. വോളിയം എത്രയാണ്? ഇപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു 12 ആണ്. 12 ഡിവൈഡ് ബൈ ലെങ്ത്ത് എത്രയാണ് മക്കളെ? 3 ആണ്. ഗുണിക്കണം വിടുത്ത് എത്രയാണ് മക്കളെ? 2 ആണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 3 2 6, അതായത് 2 മീറ്റർ. 2 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പം കണ്ടെത്താൻ സാധിക്കും. ബി പാർട്ട് നോക്കിയേ. ദ ടാങ്ക് ഹാസ് വാട്ടർ ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വാട്ടർ അതിൽ കൊള്ളുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടിക്കാൻ, ഈ ലിറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വോളിയം കണ്ടുപിടിക്കണ്ടേ. വോളിയം കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ലെങ്ത്ത് നമുക്ക് എവിടെയാണ് കിട്ടുക? ലെങ്ത്ത് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. എത്രയാ? 3 മീറ്റർ ആണ്. 3 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ആ മീറ്ററിനെ നമ്മൾ ആദ്യം സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. 3 മീറ്റർ എന്ന് വെച്ചാൽ 300 സെൻറ്റിമീറ്റർ ആണ്. 300 ഗുണിക്കണം. അതേപോലെ തന്നെ 2 മീറ്റർ എന്ന് വെച്ചാൽ 200 സെൻറ്റിമീറ്റർ ആണ്. 200 ഗുണിക്കണം. അതേപോലെ ഹൈറ്റ് തന്നല്ലോ 150, 150 ആണ്. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 × 2 എന്ന് പറയുന്നത് തന്നെ 30 ആയി അല്ലേ. ഇവിടെയുള്ള 15ഉം 2ഉം ഗുണിച്ചാൽ തന്നെ 30 ആയി. 30 × 3 എത്രയാണ്? 30 × 3 എന്ന് പറയുമ്പോൾ തന്നെ 90 ആയി. പിന്നെ അതിൻ്റെ ഒപ്പം എത്ര സീറോയും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും മക്കളെ? ഒരു 2 സീറോയും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള സീറോയും അതേപോലെ തന്നെ ഇവിടെയുള്ള സീറോയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. നോക്കിയേ, ഇവിടെയുള്ള 15ൻ്റെ നമ്മൾ എടുത്തത് 2ഉം, അത് കൂടാണ്ട് ഇവിടെയുള്ള 2 സീറോ, ഇവിടെയുള്ള 2 സീറോ, പിന്നെ ഇവിടെയുള്ള 2 സീറോ, ഇവിടെയുള്ള 2 സീറോ. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനിയുണ്ട്, ഇനി വരിക 150ൻ്റെ സീറോ അല്ല, 150ൻ്റെ ഒരു 0 കൂടിയുണ്ട്, ഒരു 0 കൂടിയുണ്ട്. അപ്പം ഇത്രയും എന്താ കിട്ടുക? സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഉത്തരമാണ് കിട്ടുക. അതിനെ നമ്മൾ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഹരിക്കണം. 1000 കൊണ്ട് ഹരിക്കണം. ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ആയി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം 9000000 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ. ആൻസർ 9000 ലിറ്റർ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. 9000 ലിറ്റർ എന്ന് പറയുന്ന ആൻസറിലോട്ടേക്ക് നമുക്ക് ഫൈനലി എത്താൻ പറ്റും. അതായിരിക്കും ആൻസർ വരിക 9000 പോരാ, 9000 ലിറ്റർ എന്നുള്ള കൃത്യമായിട്ടുള്ള ആൻസർ നമ്മൾ എഴുതിയിരിക്കണം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് എ വാട്ടർ ക്യാൻ എ ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ? ഇന്നലെ പറഞ്ഞ ചോദ്യം അത്. എല്ലാ സൈഡും 10 ആണെങ്കിൽ അതിൻ്റെ വോളിയം 10 × 10 × 10 അല്ലേ. അതായത് 1000 അല്ലേ മക്കളെ, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. ആ സെൻറ്റിമീറ്റർ ക്യൂബിന് ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കാമെന്ന് മാഷ് ഇപ്പം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1000 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 1. അപ്പോൾ ആൻസർ എത്രയാണ്? 1 ലിറ്റർ ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ മക്കളെ. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ ചോദ്യം കേട്ടോ. ഈ പറഞ്ഞ സി ക്വസ്റ്റ്യനൊക്കെ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ആക്ടിവിറ്റി 6 നോക്കാം. ഇത് ഇന്നലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൂന്തോട്ടത്തിൻ്റെ കാര്യമായിരുന്നു. ഇന്നത് മാറ്റിയിട്ട് ഒരു കോക്കനട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നോക്കാം. ജോസഫ് കോക്കനട്ട് ഗ്രൂവ് ഈസ് എ റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്. റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്. ഇറ്റ്സ് ലെങ്ത് ഈസ് 68.2, 68.2 ആണ് ലെങ്ത്ത്. 68.2 ആണ്. വിഡ്ത്ത് 32 മീറ്റർ ആണ്. വിഡ്ത്ത്
32 മീറ്റർ ആണ്. എ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് അയൺ വയർ ഈസ് നീഡഡ് ടു ഫെൻസ് ലൈൻ ഓഫ് വയർ അറൗണ്ട് ദ ഗ്രൂവ്. അറൗണ്ട് ചുറ്റിലും കെട്ടണം. മതിലല്ല, കമ്പി. അങ്ങനെയാണെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരിക ചുറ്റിലും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചുറ്റളവാണ്, അതായത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ 2 × L + W ആണ്, ലെങ്ത്തിന്റെ വിഡ്ത്താണ്. P = 2 × ലെങ്ത് എത്രയാണ് മക്കളെ? 68.2 പ്ലസ് വിഡ്ത്ത് എത്രയാണ് മക്കളെ? 32. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ഗുണിച്ച് നോക്കുക. അതിൻ്റെ ആൻസർ മാത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആക്ടിവിറ്റി 6ന്റെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ചുറ്റളവ് അല്ലെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 200.4 മീറ്റർ അല്ലേ വരിക? ഇതിൽ തന്നിരിക്കണേ മീറ്ററാണ് തന്നിരിക്കുന്നത്. മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. ഇനി ബി, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൂവ്? ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണെന്ന് അറിയാം. ലെങ്ത് എത്രയാണ്? 68.2 ആണ്, വിഡ്ത്ത് 32 ആണ്. രണ്ടും കൂടി ഗുണിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? തൽക്കാലം അവിടെ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 2182.4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നെ എഴുതണം. കാരണം സെന്റിമീറ്റർ ആണോ, സോറി മീറ്റർ ആണല്ലേ, മീറ്റർ മതി. മീറ്റർ സ്ക്വയർ എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതണം. 2182.4 സെന്റിമീറ്റർ, സോറി മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ എഴുതണം. സി ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈക്വൽ ടു 68.68 × 52.5? ജസ്റ്റ് ഡെസിമൽ മാത്രം നോക്കിയാൽ മതി. ഇതിൽ എത്ര ഡെസിമലാ? 2 ഡെസിമൽ ഉണ്ട് അല്ലേ? ഇതിലോ 1 ഡെസിമൽ. അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ വേണം? 3 ഡെസിമൽ വേണം. 3 ഡെസിമൽ ഏതാണ് വരുന്നത് നോക്കിയാൽ മതി. ഇതിൽ 4 ഡെസിമൽ ഉണ്ട്, ഇതിൽ 3 ഡെസിമൽ ഉണ്ട്, ഇതിൽ 6 ഡെസിമൽ ഉണ്ട്, ഇതിൽ 4 ഡെസിമൽ ഉണ്ട്. അപ്പോൾ ആൻസർ ഏതാ വരിക? 3 ഡെസിമൽ വരുന്നത് ഇതാ സി. ആറാമത്തെ ഇതിൽ സി ക്വസ്റ്റ്യൻ അല്ലേ, അതിൻ്റെ ആൻസർ ഏതാ വരിക? സി ആണ് വരിക. ഇതാണ് അതിൻ്റെ ആൻസർ. ഡെസിമൽ മാത്രം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ആക്ടിവിറ്റി 7 നോക്കും മക്കളെ. ആക്ടിവിറ്റി 7 നോക്കി. ആക്ടിവിറ്റി 7 225 ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. അതിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ഫാക്ടേഴ്സ് പറയേണ്ട കാര്യമില്ലല്ലോ. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം. മാറ്റ് ചെയ്ത് എത്ര കിട്ടും? 5² × 3² കിട്ടും. ഇപ്പോൾ 2 കൂട്ടിയാൽ 3 ഗുണിക്കണം, 2 കൂട്ടിയാൽ 3. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 9 എന്ന് പറയുന്ന ആൻസർ വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 144 പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതിക്കൊള്ളുക. അതേപോലെ തന്നെ റൈറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്തോളാം. 144 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 144 ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 × 2 × 2 × 3 × 3 കൂടി ഉണ്ടാവും. 3 × 3 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്താൽ ഈ ആൻസർ കിട്ടും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര വരിക? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇവിടെ എത്ര വരിക? 4 ഉണ്ടല്ലേ. അപ്പോൾ 2⁴ × 3⁻². 4നോട് 1 കൂട്ടിയാൽ 5 × 2നോട് 1 കൂട്ടിയാൽ 3. 5 3 15 ഫാക്ടേഴ്സ് വരും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 15. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 15. ഹൗ മെനി ഫാക്ടേഴ്സ്? ഇതാണ് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ. ഇതിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, സോറി ഇതിന് എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുന്നതാണ്. അത് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. അതൊരു ഹയർ ലെവലിലേക്ക് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യുന്നത് ഈ രണ്ടിന്റെയും പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 225ന്റെ പ്രൊഡക്റ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 5 × 5 × 3 × 3. 5 × 5 × 3 × 3 × 144ന്റെയോ 2 × 2 × 2 × 2 × 3 × 3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി ഇതിൽ എത്ര 2 വരുന്നുണ്ട്, എത്ര 5 വരുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പതിയെ നമുക്ക് ആൻസറിലോട്ടേക്ക് പോകാൻ പറ്റും. ഇവിടെ നോക്കിയേ, എത്ര 5 വരുന്നുണ്ട്? 2 5 വരുന്നുണ്ട്. അപ്പോൾ 5⁻². എത്ര 3 വരുന്നുണ്ട്? 2 3, 2 4 3. അപ്പോൾ 3⁻⁴ എത്ര 2 വരുന്നുണ്ട്? 1 2 3 4 2 അല്ലേ വരുന്നത്. അപ്പോൾ 2⁴ എന്നുള്ള ആൻസർ കിട്ടും. ഇനി എക്സ്പോണന്റിനോട് 1 കൂട്ടണ്ടേ? 2നോട് 1 കൂട്ടിയാൽ 3 × 4നോട് 1 കൂട്ടിയാൽ 5 × അതേപോലെ തന്നെ 4നോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരിക? 5. ഇപ്പം എത്ര കിട്ടുക? 5 5 25. 25 × 3. 25 × 3 പറഞ്ഞാൽ എത്രയാണ്? 75. അപ്പം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയായിരിക്കും? 75 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. കുറച്ച് ടഫാണ്, കുറച്ച് ഹയർ ലെവലിൽ നിന്ന് വന്ന ചോദ്യമാണ്.
ചെറുതായിട്ടൊരു പണിയുണ്ട്. വീണ്ടും നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന് ക്വസ്റ്റ്യൻ വന്നിട്ട് വീണ്ടും ഡെസിമൽ നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? കുറേ വെയിറ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ് വരിക? 1.5 കിലോഗ്രാം ആണ് ടോട്ടൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഓരോ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോഗ്രാം, 7.5 കിലോഗ്രാം, 200 ഗ്രാം, 0.250 ഗ്രാം, കിലോഗ്രാം എന്നൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കിലോഗ്രാമിലോട്ടേക്ക് എളുപ്പം കൺവേർട്ട് ചെയ്യാം. അതായത് നോക്കുക, 1.5 കിലോഗ്രാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 7.5 ആണ്, അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാമിന് എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റാം? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് വരച്ചാൽ മതി. അപ്പോൾ 200 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ 1, 2, 3 ഡെസിമൽ 0.2 വരും. 0.2 പിന്നെ 0.250 കിലോഗ്രാം അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 0.250 കിലോഗ്രാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൂട്ടിയാൽ മതി. 0, 5, 5, 5, 10, 10, 2, 12, 13, 14, 4 ഇടുക. പോയിന്റ് ബാക്കി 1 ബാക്കി 7, 1, 8, 8, 9, 9.450 എന്നുള്ള ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടിയത്? 9.450 കിലോഗ്രാം. 9.450 കിലോഗ്രാം. ബി ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? റൈറ്റ് ദ വെയിറ്റ് ഓഫ് ഐറ്റംസ് ഇൻ ദ കിറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. ഞാൻ പറയുന്നില്ല, അസെൻഡിങ് ഓർഡറിൽ കൃത്യമായിട്ട് എഴുതിക്കോളൂ. ആദ്യം ചെറുത് എഴുതിക്കോളുക, പിന്നെ അത് കൂടി വരുന്ന രീതിയിൽ എഴുതിക്കോളുക. ഏറ്റവും ചെറുത് ഏതായിരിക്കും മക്കളെ? ഏറ്റവും ചെറുത് 200 ഗ്രാം ആണോ അല്ലെങ്കിൽ 0.250 കിലോഗ്രാം ആണോ? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേ. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്, ഏറ്റവും ചെറുത് നോക്കാം, 200 ഗ്രാം ആയിരിക്കും വരിക ഏറ്റവും ചെറുത്. അതിന് തൊട്ട് വലുതാണ് ഏത് വരിക? 0.250 കിലോഗ്രാം കാണാൻ പറ്റും. അതിന് മേലെ 1.5 കിലോഗ്രാം കാണാൻ പറ്റും. പിന്നെ 7.5 കിലോഗ്രാം കാണാൻ പറ്റും. കൃത്യമായിട്ട് അസെൻഡിങ് ഓർഡറിലേക്ക് എന്ത് ചെയ്താൽ മതി? മാറ്റി എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 200 ഗ്രാം. 200 ഗ്രാമിന് ഈക്വൽ ആയത് ഏതാണ്? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. ഗ്രാമിലെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നിങ്ങൾ നോക്കി, 200 ഹരിക്കണം 1000 ഏതാ വരിക? 200 ഹരിക്കണം 1000 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം അടുത്ത ഏതാ ഓപ്ഷൻസ്? 1000 എന്ന് പറയാൻ 3 ഡെസിമൽ, 1, 2, 3 ഡെസിമൽ. അപ്പോൾ 0.2 കിലോഗ്രാം അതുണ്ടോ നോക്കി? 0.2 കിലോഗ്രാം. ഇതാ 0.2 കിലോഗ്രാം. ആൻസർ ഏതാ വരിക? ബി ആണ് ആൻസർ വരിക. 0.2 കിലോഗ്രാം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ചില ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഡെസിമൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡെസിമൽ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നത്തെ ചോദ്യങ്ങളാണ് വന്നേ. ഡെസിമൽ തന്നെ വന്നിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടി. പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അത് 2 ചോദ്യം അതേപോലത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും 10 മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി 20 മാർക്ക് കയ്യിലായി എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിക്കോണം. ഈ ചോദ്യം കണ്ടോ? ഈ ചോദ്യം ഡെസിമലിന്റെ ഭാഗത്ത് വന്ന ചോദ്യമല്ലേ? ഡെസിമലിന്റെ ഭാഗത്ത് വന്ന ചോദ്യമാണിത്. അതേപോലെ തന്നെയാണ് ഈ അവസാനത്തെ ചോദ്യം, ഡെസിമലിന്റെ ഭാഗത്ത് വന്ന ചോദ്യമാണ്. ഈ ഏരിയ, ഈ ചോദ്യം ഫുൾ മാർക്കിംഗ് വരുന്ന ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണത്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു 5 മാർക്കും കൂടി എന്തായാലും വരുമല്ലോ. പ്ലസ് ഒരു 5, 25 മാർക്കായി. 25 മാർക്ക്, 30 മാർക്കിലെ പരീക്ഷ. പിന്നെ ഇതാ ഇവിടെയും ഡെസിമൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അത് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിലോ ഫാക്ടറൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ മാർക്ക് നേരത്തെ കൂട്ടിയത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് 25 മാർക്ക് ഏകദേശം സ്കോർ ചെയ്യണം. ഇനി 20 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം. 20 മാർക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം 30-ൽ 20 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി പേപ്പർ നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.